എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പെരളൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഞാനൊരു ട്രയൽ ചെയ്ത് നോക്കിയതായിരുന്നു, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാലല്ലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരരിപ്പ പാത്രത്തിലേക്ക് വെള്ളം വാലാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേനെ ഇങ്ങനെ ഇരുന്നോട്ടെ, വെള്ളം നല്ലപോലെ വാർന്നു പോയിക്കോട്ടെ. 15 മിനിറ്റിന് ശേഷം ഞാൻ പെരളൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കിലോയോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 5 പച്ചമുളകാണ്. ഓരോരുത്തർക്കും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് വേറെ മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ചേർക്കുന്നത് പുതിനയിലയാണ്. പുതിനയിലയുടെ അളവെന്ന് പറയുമ്പം ഈ വീഡിയോയ്ക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാകും. ഏകദേശം ഒരു 2 പിടിയോളം വരും. ഇനി 4 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ഈ ഇലയെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും മിക്സിയുടെ ജാറങ്ങ് നിറഞ്ഞിരിക്കും. അതൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. അരച്ച് കഴിയുമ്പം തീരെ കുറവല്ലേ കാണുള്ളൂ. ഇച്ചിരി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 അല്ലി മതിയാവും. ഇനി ഇതാ ഈ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ അരിഞ്ഞു ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ അരപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. തൈരും അരപ്പും ഒക്കെ ചേർത്ത് കുഴയ്ക്കുമ്പം അതിൻ്റെ വെള്ളം ഇറങ്ങും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ പൊടി മാത്രം ഇട്ട് കുഴയ്ക്കുമ്പോഴല്ല കുറച്ചൊരു ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇത് ഈ വെള്ളം കാര്യമാക്കണ്ട. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 4 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാവേ. അപ്പോഴേക്കും നല്ലപോലെ ഈ മസാലയൊക്കെ അങ്ങ് ചിക്കനിലേക്ക് പിടിച്ച് വന്നോളൂല്ലോ. ഞാൻ കുഴയ്ക്കാൻ എടുത്തത് വലിയൊരു പാത്രം ആയതുകൊണ്ട് ഒരു ചെറിയ അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാം കേട്ടോ. 4 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 4 സവോള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് വഴറ്റുവാണ്. നീളത്തിൽ അരിയണം നിർബന്ധമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും അരിയാം. പിന്നെ നല്ലപോലെ വഴറ്റി കൊടുക്കാവേ. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഉപ്പ് ചേർക്കണ്ട, കാരണം ചിക്കനകത്ത് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തതല്ലേ. അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോവേ. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വരണം. ഇതുപോലെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്ന് കഴിയുമ്പം എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പം ഇതിലെ മസാലയും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും. ഈ അരപ്പിൻ്റെയും തൈരിൻ്റെയൊക്കെ വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടാകും. അതൊക്കെ വടിച്ചൊഴിക്കണം കേട്ടോ. പിന്നെ ഈ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ബാക്കി മസാലയൊക്കെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് തന്നെ ആദ്യമേ വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 10 മിനിറ്റും കൊണ്ട് പണി തീരില്ല കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. എന്നാലല്ലേ 10 മിനിറ്റിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. 10 മിനിറ്റിന് ശേഷം തീ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചത് കൊണ്ട് ചിക്കനകത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ചാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കി ഈ ചാറങ്ങ് ഒരുവിധം ഒന്ന് വറ്റിച്ചെടുക്കണം. മൂടി വെക്കണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓരോ 2 മിനിറ്റ് ഇടവിട്ടും ഇളക്കി കൊടുക്കണം. കാരണം ഫുൾ ഫ്ലെയിമിലിട്ടത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊന്ന് തെളിഞ്ഞു തുടങ്ങുന്ന ഈ ഒരു പരുവം ഉണ്ടല്ലോ, ഈ പരുവത്തിനെത്തി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഇനി ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.